Hello, this is Dr. Praveen Ramchandra. I'm senior endocrinologist working in Diabetes Endocrinology Clinic, Yelahanka Newton, Bangalore, India. Please watch this video. നമസ്കാരം. നമ്മുടെ ഈ പുതിയ അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമണായ എന്നാൽ നമ്മളിൽ പലരും വേണ്ടത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഉപ്പൂറ്റി വിണ്ടുകീറൽ അഥവാ ഹീൽ ഫിഷസ്. ബാംഗ്ലൂർ യലഹങ്കയിലെ ഡൈപ്ലസ് എൻഡോക്രൈനോളജി ക്ലിനിക്കിലെ സീനിയർ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്ര നൽകുന്ന ക്ലിനിക്കൽ വിവരങ്ങളെയും രോഗി വിദ്യാഭ്യാസ മാർഗനിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് നാം ഇത് വിശദീകരിക്കുന്നത്. നമുക്ക് തുടങ്ങാമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ, ഉപ്പൂറ്റി വിണ്ടുകീറുന്നത് കേവലം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമാണോ? മുഖസൗന്ദര്യത്തിനായി വില കൂടിയ ക്രീമുകൾ വാങ്ങുന്ന നമ്മൾ പലപ്പോഴും കാലുകളുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കാറില്ല, അല്ലേ? വെറും ഒരു പ്യൂമിസ്റ്റോൺ വെച്ച് ഉരച്ചു കളയാനുള്ള ഒരു ചെറിയ അലോസരമായിട്ടാണ് മിക്കവരും ഇതിനെ കാണുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. സൗന്ദര്യത്തിനപ്പുറം ഇത് ശരിക്കും നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാന മെഡിക്കൽ കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, നമുക്കിതിലേക്ക് ഡീപ്പായിട്ടൊന്ന് കിടക്കാം. ഈ വിഷയത്തിൽ നമ്മുടെ പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ രാമചന്ദ്ര പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ചർമ്മത്തിലെ വരൾച്ചയും കാലിലേക്കുള്ള മർദ്ദവും പിന്നെ ചികിത്സ നൽകാനെടുക്കുന്ന കാലതാമസവും ഇവ മൂന്നും ഒത്തുചേരുമ്പോൾ ചെറിയ വിള്ളലുകൾ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഇതാണ് ഇതിന്റെ മെഡിക്കൽ വശം. വെറുമൊരു കോസ്മെറ്റിക് ഇഷ്യൂ എന്നതിലുപരി ചർമ്മത്തിന് സംഭവിക്കുന്ന സീരിയസ് ആയൊരു കേടുപാടാണ് നാം ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഉപ്പൂറ്റി വിള്ളലിന്റെ ശരീരശാസ്ത്രം, പ്രമേഹ രോഗികളിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, ദൈനംദിന പാദസംരക്ഷണ രീതികൾ, പാദരക്ഷകളുടെ പങ്ക്, പിന്നെ എപ്പോഴാണ് കൃത്യമായി ഒരു ഡോക്ടറെ കാണേണ്ടത് എന്നീ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. ഒന്നാമത്തെ വിഭാഗം ഉപ്പൂറ്റ് വിണ്ടുകീറലിന്റെ അനാട്ടമി. യഥാർത്ഥത്തിൽ നമ്മുടെ ചർമ്മത്തിനടിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന മെഡിക്കൽ പദമുണ്ട്: സിറോസിസ്. കേൾക്കുമ്പോൾ വലിയൊരു വാക്കാണെന്ന് തോന്നാമെങ്കിലും ഇത് വെറുമൊരു വരണ്ട ചർമ്മം മാത്രമല്ല കേട്ടോ. മറിച്ച് നമ്മുടെ ചർമ്മത്തിന്റെ സംരക്ഷണ കവചമായ എപ്പിഡെർമൽ ബാരിയറിന് അസാധാരണമായി സംഭവിക്കുന്ന ഒരുതരം വരൾച്ചയാണിത്. ഈ അവസ്ഥയിൽ ചർമ്മത്തിന് ആവശ്യമായ ജലാംശവും ലിപ്പിഡുകളും നഷ്ടപ്പെടുകയും അതിന്റെ നാച്ചുറലായ മൃദുലതയും ഇലാസ്റ്റികതയും ഇല്ലാതായി അത് പരുക്കനാവുകയും ചെയ്യുന്നു. പ്രധാനമായും 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ വിള്ളലുകളുണ്ടാകുന്നത്. ഇതിനെ നമുക്ക് ഫിഷർ ഫോർമുല എന്ന് വിളിക്കാം. ആദ്യം ചർമ്മത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. രണ്ടാമതായി അവിടെ കട്ടിയുള്ള കാലസ് അഥവാ തഴമ്പ് രൂപപ്പെടുന്നു. മൂന്നാമത്തേത് നമ്മൾ നടക്കുമ്പോൾ കാലിലുണ്ടാകുന്ന നിരന്തരമായ മർദ്ദം. ഇത് മൂന്നും കൂടി ചേരുമ്പോഴോ ഉപ്പൂറ്റിയിലെ ഫാറ്റ് പാഡ് വശങ്ങളിലേക്ക് വികസിക്കുകയും വരണ്ടുണങ്ങിയ കട്ടിയുള്ള കർമ്മം വലിഞ്ഞു പൊട്ടുകയും ചെയ്യുന്നു. അതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും പ്രമേഹവും. അതായത് ഉപരിതലത്തിന് താഴെ നടക്കുന്ന കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ ഒരു വലിയ സംഖ്യ ശ്രദ്ധിച്ചേ: 3. പ്രമേഹമില്ലാത്തവരേക്കാൾ കൃത്യം 3 ഇരട്ടി കൂടുതലാണ് പ്രമേഹ രോഗികളിൽ ഉപ്പൂറ്റി വിണ്ടുകീറാനുള്ള സാധ്യത. എന്താണെന്നോ ഇതിന് കാരണം? രക്തത്തിലെ ഉയർന്ന ഷുഗർ ലെവൽ ചർമ്മത്തിലെ കൊളാജനിൽ മാറ്റങ്ങൾ വരുത്തുകയും അതുവഴി ചർമ്മം കൂടുതൽ കട്ടിയുള്ളതായി തീരുകയും ചെയ്യുന്നതെന്നാണ്. ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നൊരു കാര്യമുണ്ട്. സാധാരണ വരൾച്ചയും ഹൈ റിസ്ക്കായ പ്രമേഹ രോഗികളിലെ അവസ്ഥയും തമ്മിലുള്ള ആ വലിയ വ്യത്യാസമാണിത്. സാധാരണക്കാരിൽ ഇത് കേവലം ചെറിയ വിള്ളലുകളാവാം. പ്യൂമിസ്റ്റോണും ക്രീമുകളുമൊക്കെ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെ മാറ്റാവുന്നതേയുള്ളൂ. എന്നാൽ മറുവശത്ത് പ്രമേഹ രോഗികളിൽ സ്പർശനശേഷി കുറയുന്നതും രക്തയോട്ടം കുറയുന്നതും മൂലം അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ ഒരു കാരണവശാലും ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് സ്വയം ചർമ്മം മുറിച്ചുമാറ്റാൻ ശ്രമിക്കരുത്. പകരം കൃത്യമായ ഡോക്ടറുടെ സഹായം തന്നെ തേടണം. മൂന്നാമത്തെ വിഭാഗം ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ട പാദസംരക്ഷണ രീതികൾ. ആരോഗ്യമുള്ള ഉപ്പൂറ്റിക്കായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രായോഗികമായ ക്ലിനിക്കൽ ഘട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഡോക്ടർ രാമചന്ദ്ര നിർദ്ദേശിക്കുന്ന വളരെ സിമ്പിളായ 4 പടികൾ നമുക്കൊന്ന് നോക്കാം. 1. ഇളം ചൂടുവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് കാലുകൾ കഴുകുക. 2. ഒരു നല്ല തോർത്തുപയോഗിച്ച് പതുക്കെ ഒപ്പിത്തുടയ്ക്കുക. ഒരിക്കലും അമർത്തി ഉരസരുത് കേട്ടോ. 3. യൂറിയ അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയ ഒരു നല്ല മോയ്സ്ചറൈസർ പുരട്ടുക. ഇനി 4ാമത്തെ സ്റ്റെപ്പ്: രാത്രി കിടക്കുന്നതിന് മുൻപ് പെട്രോളിയം ജെല്ലി പുരട്ടി കോട്ടൺ സോക്സ് ധരിച്ച് കാലുകളെ സംരക്ഷിക്കുക. ഈയൊരു റുട്ടീൻ ചർമ്മത്തിന് ജലാംശം നൽകാനും ആ കട്ടിയുള്ള തഴമ്പ് മൃദുവാക്കാനും നിങ്ങളെ വളരെയധികം സഹായിക്കും. ഇവിടെ വളരെ സീരിയസ് ആയൊരു മുന്നറിയിപ്പ് നൽകിയാണ്. നിങ്ങൾക്ക് പ്രമേഹമോ ന്യൂറോപ്പതിയോ അതല്ലെങ്കിൽ രക്തയോട്ടക്കുറവോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കട്ടിയുള്ള തൊലി കളയാനായി ബ്ലേഡുകളോ റേസറുകളോ ആസിഡ് അടങ്ങിയ കെമിക്കലുകളോ ഉപയോഗിക്കരുത്. പ്ലീസ്, അത് ചെയ്യരുത്. ഇത്തരം സ്വയം ചികിത്സകൾ ഗുരുതരമായ അണുബാധകളിലേക്കും അൾസറുകളിലേക്കുമാണ് നിങ്ങളെ നയിക്കുക.
ഇനി നാലാമത്തെ വിഭാഗം പാദരക്ഷകളുടെ പങ്ക്. നമ്മുടെ ലോക്കലായ ശീലങ്ങളും അവ നൽകുന്ന മർദ്ദവും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ സാധാരണയായി ഈ പ്രശ്നം വഷളാക്കുന്ന ചില ശീലങ്ങളുണ്ട്. നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യങ്ങളാണിവ. ഉദാഹരണത്തിന്, ചൂടുവെള്ളത്തിൽ ദീർഘനേരം കുളിക്കുന്നത് ചർമ്മത്തിലെ സ്വാഭാവിക ഈർപ്പം ഇല്ലാതാക്കും. അതുപോലെ വീടിനകത്തും പുറത്തും ചെരുപ്പില്ലാതെ വെറും കാലിൽ നടക്കുന്ന ശീലം, വളരെ കനം കുറഞ്ഞതും കട്ടിയുള്ളതുമായ സ്ലിപ്പറുകളുടെ ഉപയോഗം, പിന്നെ ഉപ്പൂറ്റി പുറത്തേക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഓപ്പൺ ബാക്ക് ചെരുപ്പുകൾ, ഇവയെല്ലാം ഉപ്പൂറ്റിക്ക് മർദ്ദം കൂട്ടുകയും ഈർപ്പം കുറയ്ക്കുകയും ചെയ്യുന്ന പ്രധാന വില്ലന്മാരാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാലുകളിലെ മർദ്ദവും ഘർഷണവും കുറയ്ക്കാതെ ഈ വിള്ളലുകൾ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത്, നമ്മൾ പുരട്ടുന്ന മരുന്നുകൾ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാദരക്ഷകളും. ഉപ്പൂറ്റിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകുന്ന പിറകുവശം അടഞ്ഞ ഷൂസുകളോ ചെരുപ്പുകളോ ധരിക്കുന്നത് കാലിലെ മർദ്ദം കുറയ്ക്കാൻ അത്യാവശ്യമാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും വിഭാഗം അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗ്സ്. എപ്പോഴാണ് വീട്ടിലെ ചികിത്സ നിർത്തി കൃത്യമായി ഒരു ഡോക്ടറെ കാണേണ്ടത് എന്നതിനുള്ള ക്ലിനിക്കൽ ഗൈഡാണിത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. അണുബാധയോ ആഴത്തിലുള്ള വിള്ളലുകളോ ഉണ്ടെങ്കിൽ ചികിത്സ ഒരു കാരണവശാലും വൈകിപ്പിക്കരുത്. കാലിൽ ചുവന്ന നിറം പടരുക, ഭാഗികമായി ചൂടനുഭവപ്പെടുക, പഴുപ്പ്, പനി എന്നിവയുണ്ടെങ്കിൽ അന്ന് തന്നെ എമർജൻസിയായി ഡോക്ടറെ കാണണം. അതുപോലെ രക്തം വരുന്ന ഡീപ്പായ വിള്ളലുകളുണ്ടെങ്കിലും പ്രമേഹ രോഗികളിൽ വേദനയില്ലാത്ത ആഴത്തിലുള്ള വിള്ളലുകളുണ്ടെങ്കിലും തീർച്ചയായും അടിയന്തര വൈദ്യസഹായം തേടേണ്ടതുണ്ട്. ഇനി 2-4 ആഴ്ചത്തെ ഹോം കെയർ കൊണ്ടും യാതൊരു മാറ്റവുമില്ലെങ്കിൽ ഡോക്ടറെ കണ്ട് രോഗനിർണയം ഒന്നുകൂടി ഉറപ്പുവരുത്തണം. ഓർക്കുക, ചെറിയൊരു അശ്രദ്ധ ഒരുപക്ഷേ നിങ്ങളുടെ കാലുകളുടെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. അവസാനമായി നമ്മളിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പറയാം. ബാംഗ്ലൂരിലെ ഡയപ്ലസ് എൻഡോക്രൈനോളജി ക്ലിനിക്കിലെ ഡോക്ടർ പ്രവീൺ രാമചന്ദ്രയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, ചർമ്മത്തിന്റെ സംരക്ഷണ കവചത്തെ സംരക്ഷിക്കുക, കാലുകളിലെ മർദ്ദം കുറയ്ക്കുക, കൃത്യമായ ഈർപ്പം നൽകുന്നതും അനുയോജ്യമായ പാദരക്ഷകൾ ധരിക്കുന്നതുമാണ് ഇതിനുള്ള ഏറ്റവും മികച്ച പ്രതിരോധം. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ശരീരത്തിന്റെ അടിസ്ഥാനമായ കാലുകളെ സംരക്ഷിക്കാൻ ഇന്നത്തെ നിങ്ങളുടെ പാദസംരക്ഷണ ദിനചര്യയിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആ ചെറിയ മാറ്റം എന്തായിരിക്കും? ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെറുതെ കേട്ടുമറക്കാതെ അത് പ്രാവർത്തികമാക്കുക. നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യത്തിനായി ആ ചെറിയ മാറ്റം ഇന്ന് തന്നെ തുടങ്ങാം, അല്ലേ? തീർച്ചയായും. ഈ എക്സ്പ്ലെയിനറിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നതിന് വലിയ നന്ദി. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.